ഭക്ഷ്യ സുരക്ഷിതത്വവും ശുചിത്വവും, ഫുഡ് സേഫ്റ്റി ആൻഡ് സാനിറ്റേഷൻ. സുരക്ഷിത ഭക്ഷണത്തിന് 5 താക്കോലുകൾ. വിഷയം ഡിസൈൻ, ശബ്ദം KH സുലൈമാൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് പബ്ലിക് ഹെൽത്ത് റിട്ടയർഡ്, ആരോഗ്യവകുപ്പ്, കേരള സർക്കാർ. ഭക്ഷ്യ ശുചിത്വവും സുരക്ഷിതത്വവും. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധം ഭക്ഷണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും തയ്യാർ ചെയ്യുന്നതിനും സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള ശാസ്ത്രീയ പഠന സംവിധാനങ്ങളെ ഭക്ഷ്യ സുരക്ഷിതത്വം അഥവാ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നു. ഉൽപാദനം മുതൽ ഉപയോഗം വരെ ഭക്ഷ്യ സുരക്ഷിതത്വം നിലനിർത്തുന്നതിന് ആവശ്യമായ അവസ്ഥകളെയും ഇതിനാവശ്യമായ നടപടികളെയും ഭക്ഷ്യ ശുചിത്വം അഥവാ ഫുഡ് സാനിറ്റേഷൻ എന്ന് പറയുന്നു. സർക്കാരുകളും സംഘടനകളും പുരോഗതിക്ക് ശ്രമിച്ചിട്ടും ഇന്നും ലോകത്ത് സുരക്ഷിതമായ ഭക്ഷണം എന്നത് നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടില്ല. വികസിത രാജ്യങ്ങളിൽ ഇന്നും ഭക്ഷ്യ രോഗങ്ങൾ മുഖ്യ പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുന്നു. ഒരു വർഷം ലോകത്ത് 1.8 ദശലക്ഷം ആളുകൾ വയറിളക്കം മൂലം മരണമടയുന്നു. മലിനമായ ഭക്ഷണം, വെള്ളം എന്നിവ വഴിയാണ് മിക്ക രോഗങ്ങളും ഉണ്ടാവുന്നത്. 200-ലധികം രോഗങ്ങൾ ഭക്ഷണത്തിലൂടെ പകരുന്നു. ഭക്ഷ്യ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം സംബന്ധിച്ച് ആരോഗ്യ വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകത ലോകാരോഗ്യ സംഘടന നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഒരു വർഷത്തോളം ഫുഡ് സേഫ്റ്റി വിദഗ്ധരുമായി ചർച്ച നടത്തിയ ശേഷം 2001 ലളിതവൽക്കരിച്ചതാണ് സുരക്ഷിത ഭക്ഷണത്തിന് 5 താക്കോലുകൾ എന്ന നിർദ്ദേശങ്ങൾ. ലോകത്ത് ദിനം പ്രതി കഴിച്ച ഭക്ഷണം വഴി ആളുകൾ രോഗികൾ ആവുന്നു. ഇതിനെ ഭക്ഷ്യ രോഗങ്ങൾ എന്ന് പറയുന്നു. ഇത് സംഭവിക്കുന്നത് മുഖ്യമായും അപകടകാരികളായ സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ വിഷകരമായ രാസവസ്തുക്കൾ വഴിയാവുന്നു. ഭക്ഷ്യരോഗങ്ങൾ മിക്കതും ശരിയായി ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് വഴി തടയാൻ സാധിക്കുന്നതാണ്. സുരക്ഷിത ഭക്ഷണത്തിന് 5 താക്കോലുകൾ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2011. സുരക്ഷിതമായ ആഹാരത്തിന് ലോക ആരോഗ്യ സംഘടനയുടെ 5 നിർദ്ദേശങ്ങൾ. 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. 2. പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതുമായവ വേർതിരിക്കുക. 3. നന്നായി പാചകം ചെയ്യുക. 4. ആഹാരം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. 5. സുരക്ഷിതമായ വെള്ളവും പദാർത്ഥവും ഉപയോഗിക്കുക. ഏതെല്ലാം തരത്തിലാണ് ഭക്ഷണം അരക്ഷിതമാകുന്നത്? വ്യക്തി ശുചിത്വത്തിൻ്റെ അഭാവം, ഒരു വസ്തുവിൽ നിന്നും മറ്റൊന്നിലേക്ക് പകരൽ, സമയവും ഊഷ്മാവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ക്ലീനിങ്ങിൻ്റെയും അണുവിമുക്തമാക്കുന്നതിലെയും പോരായ്മകൾ. കീ 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. കൈകൾ എപ്പോൾ കഴുകണം? ജോലി തുടങ്ങുമ്പോൾ, കക്കൂസ്, മൂത്രപ്പുര എന്നിവ ഉപയോഗിച്ച ശേഷം, വിശ്രമത്തിന് ശേഷം, ചുമക്കുക, തുമ്മുക, പുകവലിക്കുക, ഭക്ഷണം കഴിക്കുക, കുടിക്കുക ശേഷം, മൂക്ക് സ്പർശിക്കുകയോ ചീറ്റുകയോ ചെയ്തതിന് ശേഷം, മുഖം, മുടി, വായ, മുറിവ് എന്നിവ സ്പർശിച്ചതിന് ശേഷം, പാചകം ചെയ്യാത്ത പച്ചയായ ഇറച്ചി, മത്സ്യം എന്നിവ സ്പർശിച്ചാൽ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിനിടയിൽ
കാശ് കൈകാര്യം ചെയ്താൽ. വൃത്തിഹീനമായ പാത്രങ്ങളും മറ്റു വസ്തുക്കളും കൈകാര്യം ചെയ്താൽ. അഴുക്ക്, നിലം, അഴുകിയ വസ്ത്രം എന്നിവ സ്പർശിച്ചാൽ. ക്ലീനിംഗ് ലൈനുകളും കെമിക്കൽസും കൈകാര്യം ചെയ്ത ശേഷം. ഡിസ്പോസബിൾ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പായി. കീ 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. വൃത്തിയുള്ള കൈകൾ എങ്ങനെ ഉറപ്പാക്കാം? സോപ്പും ചൂടുവെള്ളവും ഉപയോഗിക്കുക. ഉരച്ച് പത വരുത്തുക. നഖവും നഖത്തിന് ചുറ്റും കഴുകുന്നതിന് ബ്രഷ് ഉപയോഗിക്കുക. കൈ ഉണക്കുന്നതിന് പേപ്പർ ടവലോ ചൂടുള്ള വായുവോ ഉപയോഗിക്കുക. ഉറപ്പാക്കുക നിങ്ങളുടെ മുണ്ട്, തോർത്ത് എന്നിവ ടവലായി ഉപയോഗിക്കരുത്. കീ 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. എന്താണ് വ്യത്യാസം? ക്ലീനിംഗ്. സോപ്പും ചൂടുവെള്ളവും ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നു. അണുവിമുക്തമാക്കൽ. അംഗീകൃത രാസവസ്തുക്കൾ, ഉയർന്ന ഊഷ്മാവിലുള്ള വെള്ളം എന്നിവ ഉപയോഗിച്ച് നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ദോഷകാരികളായ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു അഥവാ കൊല്ലുന്നു. കീ 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. എന്തെല്ലാം ക്ലീൻ ആൻഡ് അണുവിമുക്തമാക്കണം? എല്ലാ വസ്തുക്കളും. പാത്രങ്ങൾ, പ്ലേറ്റുകൾ, കത്തികൾ, മറ്റു വസ്തുക്കൾ. ഭക്ഷ്യബന്ധ പ്രതലങ്ങൾ, ടേബിളുകൾ, കട്ടിംഗ് ബോർഡുകൾ, പൊറോട്ട ടേബിൾ, അരക്കല്ല്. മറ്റു വസ്തുക്കൾ. ഫ്രിഡ്ജ്, സ്റ്റൗ, ഓവൻ, കൗണ്ടർ, അലമാര, മേശ, വലിപ്പ്. കീ 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. വലിയ ഉപകരണങ്ങൾ വൃത്തിയാക്കൽ. 1. വൃത്തിയുള്ള തുണി കൊണ്ട് ചൂടുള്ള സോപ്പ് വെള്ളം ഉപയോഗിച്ച് തുടക്കുക. 2. വൃത്തിയുള്ള തുണി, വെള്ളം എന്നിവ ഉപയോഗിച്ച് ഒപ്പിയെടുക്കുക. 3. അനുയോജ്യമായ കെമിക്കൽ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. കീ 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. എപ്പോൾ ക്ലീൻ ആൻഡ് അണുവിമുക്തമാക്കണം? ജോലി തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും. മറ്റൊരു ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോൾ. സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ 4 മണിക്കൂറിലും. ഗ്ലൗസ് എപ്പോൾ മാറ്റണം? അഴുക്ക് ആകുമ്പോൾ അഥവാ ദ്വാരം വീഴുമ്പോൾ. വ്യത്യസ്ത ജോലികൾ തുടങ്ങുമ്പോൾ. പച്ച ഇറച്ചി, മത്സ്യം കൈകാര്യം ചെയ്ത ശേഷം പാചകം ചെയ്തതും ഉടൻ ഭക്ഷിക്കാവുന്നതുമായ ഭക്ഷണം കൈകാര്യം ചെയ്താൽ. പുതിയ ഗ്ലൗസ് ധരിക്കുമ്പോൾ എപ്പോഴും കൈ കഴുകുന്നുവെന്ന് ഉറപ്പാക്കുക. കീ 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. ക്ലീനിങ്ങും അണുവിമുക്തമാക്കലും 3 അറകൾ ഉപയോഗിച്ച്. 1. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ. എല്ലാ ഭക്ഷ്യ അവശിഷ്ടങ്ങളും വേസ്റ്റ് പാത്രങ്ങളിലേക്ക് നീക്കം ചെയ്യുക. ശക്തിയുള്ള വെള്ളം സ്പ്രേ പൈപ്പ് ഉപയോഗിക്കാം. 2. വൃത്തിയുള്ള ഡിറ്റർജന്റ് ചേർത്ത ചൂടുവെള്ളത്തിൽ 43 ഡിഗ്രി സെൽഷ്യസിൽ എല്ലാ അവശിഷ്ടങ്ങളും പോകും വരെ കഴുകുക. 3. വെള്ളത്തിൽ ചുഴറ്റി എടുക്കുക. 4. 80 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളത്തിൽ അണുവിമുക്തമാക്കുക. 5. ഉണക്കി സൂക്ഷിക്കുക. കീ 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. ക്ലീനിങ്ങും അണുവിമുക്തമാക്കലും യന്ത്രം ഉപയോഗിച്ച്. 1. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ. എല്ലാ ഭക്ഷ്യ അവശിഷ്ടങ്ങളും വേസ്റ്റ് പാത്രങ്ങളിലേക്ക് നീക്കം ചെയ്യുക. ശക്തിയുള്ള ജല സ്പ്രേ പൈപ്പ് ഉപയോഗിക്കാം. 2. വൃത്തിയുള്ള ഡിറ്റർജന്റ് ചേർത്ത ചൂടുവെള്ളത്തിൽ 50 ഡിഗ്രി സെൽഷ്യസിൽ
എല്ലാ അവശിഷ്ടങ്ങളും പോകും വരെ കഴുകുക. 3. വെള്ളത്തിൽ ചുഴറ്റി എടുക്കുക. 4. അണുവിമുക്തമാക്കുക. കെമിക്കൽ അല്ലെങ്കിൽ നന്നായി ചൂടുള്ള വെള്ളം 80 ഡിഗ്രി സെൽഷ്യസ്. 5. ഉണക്കി സൂക്ഷിക്കുക. കീ 1. കൃത്യമായ ശുചിത്വം പാലിക്കുക. മലിനമായവയിൽ നിന്നും അല്ലാത്തവയിലേക്ക് രോഗാണുക്കൾ പകരൽ. രോഗാണുക്കൾ കൈകളിലൂടെയോ വസ്തുക്കളിലൂടെയോ ഭക്ഷണത്തിലൂടെയോ പകരുന്നു. കീ 2. പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതുമായവ വേർതിരിക്കുക. ഉടൻ ഭക്ഷിക്കാൻ തയ്യാറാക്കി വെച്ചതും, ഉദാഹരണം ബേക്കറി, പാചകം ചെയ്തതുമായ ഭക്ഷണം സദാസമയവും പാചകം ചെയ്യാത്ത എല്ലാവിധ ഭക്ഷണ വസ്തുക്കളിൽ നിന്നും ദൂരെ സൂക്ഷിക്കുക. ഉടൻ ഭക്ഷിക്കാൻ തയ്യാറാക്കി വെച്ചതും, ഉദാഹരണം ബേക്കറി, പാചകം ചെയ്തതുമായ ഭക്ഷണം ഫ്രിഡ്ജിൽ മുകളിലായും മാംസം, മത്സ്യം എന്നിവ താഴെയായും സൂക്ഷിക്കുക. പാചകം ചെയ്യാതെ കഴിക്കുന്ന, ഉദാഹരണം സാലഡ്, എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഇറച്ചി, മുട്ട, മത്സ്യം എന്നിവയിൽ നിന്നും വിദൂരത്തായി കൈകാര്യം ചെയ്യുക. കീ 2. പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതുമായവ വേർതിരിക്കുക. രോഗാണുക്കൾ പകരുന്നത് എങ്ങനെ തടയാൻ സാധിക്കും? കൈ കഴുകുന്നത് ശീലമാക്കുക. പ്രതലങ്ങൾ ക്ലീൻ ചെയ്യുക, അണുവിമുക്തമാക്കുക. ആപ്രോൺ, ഗ്ലൗസ് എന്നിവ വ്യത്യസ്ത ജോലികൾ ചെയ്യുമ്പോൾ മാറ്റുക. പ്രത്യേകിച്ചും പച്ച മാംസം, മത്സ്യം എന്നിവ കൈകാര്യം ചെയ്ത ശേഷം പാചകം ചെയ്തതും ഉടൻ കഴിക്കുന്നതിന് തയ്യാർ ചെയ്തതുമായ ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോൾ. കീ 3. നന്നായി പാചകം ചെയ്യുക. ഭക്ഷ്യ താപമാപിനി അഥവാ തെർമോമീറ്റർ. താപമാപിനി അഥവാ തെർമോമീറ്റർ ഉപയോഗിക്കുക എന്നതാണ് ഭക്ഷണം ശരിയായ ചൂടിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ഏക മാർഗം. കീ 3. നന്നായി പാചകം ചെയ്യുക. സുരക്ഷിതമായ പാചക താപം നോക്കാവുന്നതാണ്. എല്ലാ ഭക്ഷണവും ദീർഘനേരം തിളപ്പിച്ച് ഉപയോഗിക്കുന്ന ശീലം ഉള്ളതിനാൽ മിക്ക സൂക്ഷ്മജീവികളും നശിക്കുന്നു. എന്നാൽ കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കുമ്പോഴും ഇത് മലിനമായി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കീ 4. ആഹാരം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. ഊഷ്മാവ് അപകട മേഖല. അപകടകാരികളായ ബാക്ടീരിയ 5 ഡിഗ്രി സെൽഷ്യസിനും 65 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ വേഗത്തിൽ വളരുന്നു. ഭക്ഷണം അപകട ഊഷ്മാവിൽ ഏറ്റവും കുറവ് സമയം സൂക്ഷിക്കുക. ശേഖരിക്കുമ്പോൾ, തയ്യാർ ചെയ്യുമ്പോൾ, പ്രദർശിപ്പിക്കുമ്പോൾ, തണുപ്പിക്കുമ്പോൾ, വിതരണം ചെയ്യുമ്പോൾ. കീ 4. ആഹാരം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. ഭക്ഷണത്തിൽ പ്രവേശിക്കപ്പെടുന്ന 100 എണ്ണം ബാക്ടീരിയ 37 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ 5 മണിക്കൂർ ശേഷം 3 ദശലക്ഷമായി വളരുന്നു. ഇത്തരത്തിൽ ബാക്ടീരിയ സാന്നിധ്യമുള്ള ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. കീ 4. ആഹാരം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. 2 മണിക്കൂറിലധികം അപകട ഊഷ്മാവിൽ അഥവാ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിച്ച ഭക്ഷണം ഉപേക്ഷിക്കേണ്ടതാണ്. കീ 4. ആഹാരം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. ഭക്ഷണം സുരക്ഷിതമായി തണുപ്പിക്കൽ. ചൂടുള്ള ഭക്ഷണം വേഗത്തിൽ തണുപ്പിക്കേണ്ടതാകുന്നു. തണുപ്പിക്കുന്നതിനുള്ള 2 എളുപ്പ മാർഗങ്ങൾ. 1. വലുപ്പം കുറക്കുക.
ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ തണുക്കുന്നതുവരെ സുരക്ഷിതമായി മൂടി വെക്കാതിരിക്കുക. 2. ഐസ് വെള്ളത്തിന് മുകളിൽ സൂക്ഷിക്കുക. ഐസ് വെള്ളത്തിന് മുകളിൽ സൂക്ഷിക്കുക, തണുക്കുന്നതുവരെ ഇളക്കുക, ശേഷം സുരക്ഷിതമായി ഫ്രിഡ്ജിലേക്ക് മാറ്റുക. കീ 4. ആഹാരം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. ഭക്ഷണം സുരക്ഷിതമായി വിതരണം ചെയ്യൽ. ഭക്ഷണം എല്ലായ്പ്പോഴും അപകട ഊഷ്മാവിന് പുറത്ത് സൂക്ഷിക്കേണ്ടതാകുന്നു. താഴ്ന്ന ഊഷ്മാവിൽ സൂക്ഷിക്കൽ 5 ഡിഗ്രി സെൽഷ്യസിലോ അതിൽ താഴെയോ. ഉയർന്ന ഊഷ്മാവിൽ സൂക്ഷിക്കൽ 65 ഡിഗ്രി സെൽഷ്യസിലോ അതിൽ മുകളിലോ. കീ 4. ആഹാരം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. ശീതീകരിച്ച ഭക്ഷണം മൃദുവാക്കുന്ന പ്രക്രിയ. ഫ്രിഡ്ജിനകത്ത് 5 ഡിഗ്രി സെൽഷ്യസ് താഴെ സൂക്ഷിക്കുക. തണുത്ത വെള്ള ടാപ്പിന് കീഴിൽ 21 ഡിഗ്രി സെൽഷ്യസ്. മൈക്രോവേവ് ഓവൻ വേഗത്തിൽ പാചകം ചെയ്യുകയാണെങ്കിൽ മാത്രം. കുക്കിംഗ് പാചകത്തിൻ്റെ ഭാഗമായി. കീ 4. ആഹാരം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. ഭക്ഷണം സുരക്ഷിതമായി ചൂടാക്കൽ. 74 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുക. 2 മണിക്കൂർ സമയം. 2 മണിക്കൂർ സമയം കൊണ്ട് ഈ ഊഷ്മാവ് ഉയർന്നില്ലെങ്കിൽ അത്തരം ഭക്ഷണം ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഇതിന് പ്രത്യേക ഉപകരണം ലഭ്യമാണ്. കീ 4. ആഹാരം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുക. ഭക്ഷണം വിതരണത്തിന് സൂക്ഷിക്കൽ. ഇടവിട്ട് ഇളക്കുക, മൂടി സൂക്ഷിക്കുക, ഊഷ്മാവ് അളക്കുക. 2 മണിക്കൂർ ഇടവിട്ട്. അപകട ഊഷ്മാവിൽ സൂക്ഷിച്ച ഭക്ഷണം 2 മണിക്കൂറിന് ശേഷം യാതൊരു കാരണവശാലും വിതരണം ചെയ്യരുത്. പഴയ ഭക്ഷണവും പുതിയതും യാതൊരു കാരണവശാലും കൂട്ടി കലർത്തരുത്. കീ 5. സുരക്ഷിതമായ വെള്ളവും പദാർത്ഥവും ഉപയോഗിക്കുക. സുരക്ഷിതമായ വെള്ളം ഉപയോഗിക്കുക. ഫ്രഷ് ആൻഡ് നല്ല ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുക. പാസ്ചറൈസ് ചെയ്ത പാൽ മുതലായവ ഉപയോഗിക്കുക. പാചകം ചെയ്യാതെ കഴിക്കുന്ന പഴം മുതലായവ കഴുകി ഉപയോഗിക്കുക. ഭക്ഷ്യ സുരക്ഷിതത്വത്തിന് അനിവാര്യമായ കാര്യങ്ങൾ: വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തി ശുചിത്വം, ഊഷ്മാവിൻ്റെ പ്രാധാന്യം, താപമാപിനിയുടെ ഉപയോഗം, കൃത്യമായ ഊഷ്മാവ് അറിയുക, ചൂടിൽ സൂക്ഷിക്കേണ്ടവ ചൂടിലും താഴ്ന്ന ഊഷ്മാവിൽ സൂക്ഷിക്കേണ്ടവ അത്തരത്തിലും സൂക്ഷിക്കുക, അപകട ഊഷ്മാവിന് പുറത്ത് സൂക്ഷിക്കുക, വൃത്തിയും അണുവിമുക്തമാക്കലും കൃത്യമായി പാലിക്കുക. നന്ദി.